ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്രൗണ്ട് ഓർക്കിഡുകൾക്ക് പൂക്കളുണ്ടാകാനായി ഞാൻ കൊടുക്കുന്ന വളങ്ങളാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഗ്രൗണ്ട് ഓർക്കിഡുകളിൽ ധാരാളം പൂക്കളുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം അതേപോലെ പൂക്കളൊന്നുമില്ല. പ്രായമായ തൈകളിൽ മാത്രമേ പൂക്കളുണ്ടായിട്ടുള്ളൂ. ബാക്കിയെല്ലാം തൈകളൊക്കെ വളർന്നു വരുന്നതേയുള്ളൂ. ഇതെല്ലാം തൈകളാണ്. ഇതിലൊന്നും പൂക്കളുണ്ടായി തുടങ്ങുന്നതേയുള്ളൂ. എന്നാൽ ധാരാളം തൈകൾ ഉണ്ടായി വരുന്നുണ്ട്. ഇതെല്ലാം മഴ നനയുന്നിടത്ത് വെച്ചിരിക്കുന്നവയാണ്. നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തും വെച്ചിട്ടുണ്ട്. ഇത് മഴ നനയാതെ വെച്ചിട്ടുള്ളവയാണ്. എല്ലാത്തിലും മൊട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. നേരത്തെ പൂക്കളുണ്ടായി കൊഴിഞ്ഞു പോയ സ്പൈക്കുകളുടെ തണ്ടുഭാഗം താഴെ വെച്ച് മുറിച്ച് കളയണം. എങ്കിലേ പുതിയ പുതിയ സ്പൈക്കുകൾ ഉണ്ടായി വരികയുള്ളൂ. ഇത് ഉപയോഗിച്ച ചായച്ചണ്ടി ഉണങ്ങി വെച്ചിട്ടുള്ളതാണ്. ഇത് മിക്സിയിൽ നന്നായി പൊടിച്ചെടുത്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം. കുറേശ്ശെയായി പൂക്കളുണ്ടാകാനും നല്ല നിറമുള്ള പൂക്കളുണ്ടാകുവാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. മഴയില്ലാത്ത സമയം നോക്കി ഇത് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. രാസവളങ്ങളായി NPK 19-19-19 1/4 ടീസ്പൂൺ അതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക. ഇത് DAP ആണ്. DAP 5-6 ഗ്രാന്യൂൾസ് ഓരോന്നിൻ്റെയും ചുവട്ടിലിട്ട് കൊടുക്കുക. മഴയുള്ളപ്പോൾ വെറുതെ ഇട്ട് കൊടുത്താൽ മതി. മഴയില്ലാത്തപ്പോൾ കുറച്ച് മണ്ണ് മാറ്റി അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളവും നന്നായി ഒഴിച്ചു കൊടുക്കണം. ഈ 2 വളങ്ങളും 2 ആഴ്ച കൂടുമ്പോൾ മാറി മാറി ഇട്ട് കൊടുക്കാം. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ തൈകൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. DTDC കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയച്ചു തരുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ആക്കുക. എങ്കിലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.